അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധമായ ശഅബാൻ മാസം നമുക്ക് സമാഗതമായി. ഈ വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നാം നോമ്പനുഷ്ഠിക്കുന്നു, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നു, മറ്റൊരുപാട് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം മഹാന്മാർ നമുക്ക് ഈ ശഅബാൻ മാസത്തിന്റെ 1-ാം ദിവസം മുതൽ 15 വരെ പ്രത്യേകം ചെയ്യണമെന്ന് പഠിപ്പിച്ച ആ ഒരു പ്രത്യേകം സൽക്കർമ്മം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ അലട്ടുന്ന എന്ത് പ്രയാസമുണ്ടെങ്കിലും ഉദ്ദേശ സാഫല്യങ്ങളുണ്ടെങ്കിലും എല്ലാം അള്ളാഹു ഏത് രൂപത്തിൽ ചോദിച്ചാലും ആ സൽക്കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു തട്ടിക്കളയുകയില്ല, അത് സാധിപ്പിച്ചു തരുമെന്ന് മഹാന്മാരും അയിമത്തും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു വിഷയം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ, ആ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് പുതിയ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അള്ളാഹു നന്മകൾ ഒരുപാട് പറഞ്ഞു തരുവാനും നിങ്ങൾക്ക് കേൾക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ച് ചെയ്ത് വിജയിക്കുന്ന മുഅ്മിനീകളാകാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ വിഷയത്തിലോട്ട് കടക്കുകയാണ്. മഹാനായ ഇമാം ഷർജി റഹിമഹുല്ലാ അവിടുത്തെ അൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിലും മഹാനരായ യൂസുഫ് അൽ നബഹാനി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ അബ്ദുൽ ഹമീദ് റഹിമഹുല്ലാ അവിടുത്തെ കൻസുൻ നജാഹ് വസ്റൂർ എന്ന പ്രത്യേക ഗ്രന്ഥത്തിന്റെ 174-ാം പേജിലായി നമ്മെ പഠിപ്പിച്ചത് കാണാം. അവിടെ പറയുന്നു, മൻകറ ഔവല സൂറത്ത് ദുഖാനി ഇല ഖൗലിഹി അൽ അവ്വലീന ഫി അവ്വലി ലൈലത്തിൻ മിൻ ശഅബാൻ 15 മറ ഇല ലൈലത്തിൻ 15 വയഖറഉഹ 30 മറ. ആരെങ്കിലും ഒരാൾ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ 1 മുതൽ 15 ദിവസം വരെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുഖാനിലെ ആദ്യത്തെ 8 ആയത്തുകൾ, അഥവാ ദുഖാൻ സൂറത്തിന്റെ ആദ്യം മുതൽ തുടങ്ങി അൽ അവ്വലീന എന്ന് അവസാനിക്കുന്ന 8 ആയത്തുകൾ ശഅബാൻ മാസത്തിന്റെ 1-ാം ദിവസം മുതൽ ബറാഅത്ത് ദിവസം വരെ 15-ാം ദിവസം വരെ 15 പ്രാവശ്യം ഓതുന്നത് പതിവാക്കുക. എന്നിട്ടോ വിശുദ്ധ ബറാഅത്ത് ദിവസമായാൽ ശഅബാൻ മാസത്തിന്റെ 15-ാം ദിവസമായാൽ ആ സൂറത്തു ദുഖാൻ 8 ആയത്ത് ഓതുന്നതിന് 30 പ്രാവശ്യമാക്കി കൂട്ടി ഓതുകയാണെങ്കിൽ, ഈ ഒരു സൽക്കർമ്മം ശഅബാൻ മാസത്തിൽ ആരെങ്കിലും പതിവാക്കുകയാണെങ്കിൽ, എന്നിട്ട് മഹാൻ പറയുകയാണ്, അയിമത്ത് നമ്മെ പഠിപ്പിച്ചു തരികയാണ്, സുമ്മ യദ്കുറുല്ലാഹു തആല വയുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയദഉ ബിമാ അഹബ്ബ. ഈ സൽക്കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം അള്ളാഹുവിനെ കുറിച്ച് സിക്റുകൾ പറഞ്ഞുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് പറഞ്ഞുകൊണ്ട്, അവനക്ക് എന്താണോ ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യം അത് അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫഇന്നഹു യറാ തഅജീലൽ ഇജാബത്തി ഫിഹാ ഇൻഷാ അല്ലാഹു തആല. അവന് കടമുണ്ടെങ്കിലും വീട് പണിയുമായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, അങ്ങനെ ഐഹികവും പാരത്രികവുമായ ലോകവുമായി ബന്ധപ്പെട്ട് എന്ത് ഉദ്ദേശമാണോ ആ ഒരു സൽക്കർമ്മം ചെയ്തതിനു ശേഷം അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹു അതെല്ലാം പൂർത്തിയാക്കി തരുമെന്നാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇമാം ഷർജി റഹിമഹുല്ലാ അവിടുത്തെ അൽ ഫവായിദിലും ഇമാം അബ്ദുൽ ഹമീദ് റഹിമഹുല്ലാ അവിടുത്തെ കൻസുൻ നജാഹ് വസ്റൂർ പോലെയുള്ള പരിശോധിച്ച് അറിഞ്ഞ് ഫലം കിട്ടിയ ഒരുപാട് നല്ല നല്ല സൽക്കർമ്മങ്ങൾ പറയുന്ന കിതാബുകളിൽ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ മുഅ്മിനീങ്ങളായ നമ്മളെല്ലാവരും ഈ ഒരു സൽക്കർമ്മം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി നമ്മുടെ ജീവിതത്തിനെ അലട്ടുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, നമ്മുടെ ജീവിതത്തിൽ സഫലീകരിച്ച് കിട്ടേണ്ട ആഗ്രഹങ്ങളെല്ലാം നേടിക്കിട്ടാൻ ഈ ഒരു സൽക്കർമ്മം നാം പതിവാക്കുക, നമ്മുടെ കൂട്ടുകാരിലേക്ക് പതിവാക്കാൻ വേണ്ടി പ്രത്യേകം അറിയിക്കുക. അള്ളാഹു നല്ലത് മനസ്സിലാക്കി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.